എനിക്കൊരിക്കലും ഈ താന്ത്രിക മാന്ത്രിക കാര്യങ്ങളൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു അന്ധവിശ്വാസമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് അറിയാത്ത കാര്യത്തെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയും. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കത്തില്ല. ഇപ്പം നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആവാഹിക്കുന്ന സമയത്ത് സർപ്പങ്ങളെയൊക്കെ ആവാഹിക്കുന്ന സമയത്ത് കാവൊക്കെ പിടിച്ചു വീണിട്ടുണ്ട്. അപ്പം അത് ഈ വെള്ളത്തിൽ കരിങ്കൽ വിഗ്രഹം പൊങ്ങി വന്നിട്ടുണ്ട്. പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന ആ സാധകന്റെ ആ ഉപാസകന്റെ കഴിവനുസരിച്ചാണ് പ്രഡിക്ഷൻസ് വരുന്നത്. ഗുരുതി പോലുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ്. അപ്പോൾ ഈ ഗുരുതികളൊക്കെ കൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ശക്തികൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റി ആണ് നോക്കേണ്ടത്. കാരണം നശിപ്പിച്ചിട്ട് അവിടെ നിന്നൊരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഇപ്പോൾ അങ്ങ് ചെറിയ പ്രായത്തിൽ അങ്ങേക്ക് വീട്ടിൽ നിന്നും തന്ത്രമാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു വളർന്നു വരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഫിസിക്സ്, ഇലക്ട്രോണിക്സ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും സയന്റിഫിക് ടെമ്പർ വരുന്നൊരു സാഹചര്യം നമുക്കുണ്ടാവും. നമ്മൾ ശാസ്ത്രബോധം ഉണരുന്നൊരു സാഹചര്യത്തിൽ ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം മണ്ടത്തരമാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അതായത് സയന്റിഫിക് ടെമ്പർ വന്നിട്ട് ഇതിനെല്ലാം തള്ളി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ തോന്നുന്നു? ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അത് തെറ്റല്ലാതെ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് സയന്റിഫിക് ടെമ്പർ കൂടുതലാണ്. ഞാൻ എങ്ങനെ അതിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പഠിക്കാനൊന്നും അത്ര ബുദ്ധിജീവിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് പണ്ട് മുതൽ തന്നെ ഈ ഇലക്ട്രോണിക്സ്, സയൻസ് ആ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ചെറുപ്പത്തിൽ മുതൽ തന്നെ. അങ്ങനെ വന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയതല്ല, അഡ്മിഷൻ മേടിച്ചു എന്ന് പറയാം. അതിനുശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങിയത് PG മുതലാണ്. MSc, MPhil, PhD അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അതുവരെയും എന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്കായിരുന്നു വീട്ടുകാർ വന്നുകൊണ്ടിരുന്നത്. സയൻറ്റിഫിക് ടെമ്പർ വന്ന സമയം എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു 2025 ഡിഗ്രി സമയങ്ങളിൽ മുതലാണ് ഈ ഇൻവെൻഷൻസ് തുടങ്ങിയത്. അതായത് ഇലക്ട്രോണിക്സ്, വയർലെസ് വോട്ടിംഗ് മെഷീൻ മുതൽ കുറേ 170ഓളം ഇൻവെൻഷൻസ് ഇങ്ങനെ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ വരുമ്പോഴാണ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്താണെങ്കിൽ പോലും എനിക്കൊരിക്കലും ഈ താന്ത്രിക മാന്ത്രിക കാര്യങ്ങളൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു അന്ധവിശ്വാസമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് അറിയാത്ത കാര്യത്തെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയും. നമുക്കറിയില്ല. എനിക്കിപ്പോൾ തെങ്ങേക്കറി അറിയില്ല, അതെന്ന് വെച്ചാൽ എനിക്ക് അന്ധവിശ്വാസമാണത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷേ ശാസ്ത്രബോധമുള്ള ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം പറയുന്നത് ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമാണ്, ഇതെല്ലാം ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് പറയുന്നത്. അല്ല, അതെന്ന് പറയുന്നത് ഇതിനകത്തൊരു വിശ്വാസമുണ്ട് എല്ലാത്തിലും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വാസം തന്നെയാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തുമെന്ന് പറയുന്നൊരു വിശ്വാസമാണ്. പക്ഷേ സയൻസ് ആണെന്ന് പറയാം. എങ്ങനെ ഇടയ്ക്ക് വയർ കട്ടായിട്ടില്ല, അതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അതെൻ്റെ ഒരു വിശ്വാസമാണ്. കത്തിയില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് എവിടെയാണ് കത്താത്തത്, എന്തുകൊണ്ടാണ് കത്താത്തത് എന്നുള്ളത്. അതായത് സ്വിച്ച് ഇടുന്നിടം വരെ എൻ്റെ ഒരു വിശ്വാസമാണ് ഇത് കത്തും എന്നുള്ളത്. ഇട്ടപ്പം കത്തിയില്ല, അപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത്. ആ ഒരു ഏരിയയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കത്തില്ല. ഇപ്പം നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇല്ല, നാളെ ഞാൻ ജീവിച്ചിരിക്കില്ല, എങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഈ യുക്തിവാദികൾ പലരും പല രീതിയിലല്ലേ. ഇപ്പം ഞാൻ എൻ്റെ രീതിയിലാണ്, രാഹുലിൻ്റെ രീതിയിലാണ്. യുക്തിവാദികൾ അല്ലെങ്കിൽ ഓരോരുത്തരും അവരോട്. ഇപ്പം ഉദാഹരണത്തിന് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, ഒരു പ്രശസ്തനായ ഒരാളിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, ഈ തന്ത്രി എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയുടെ പിതൃഭാവം അല്ല എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. വിദ്യാസാഗർ ഗുരുമൂർത്തി സാറാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, പല എനർജികളുണ്ടായിരിക്കാം. നാളെ ഇവിടെ ഒരു അമ്പലം വരുവാണെങ്കിൽ, ഇവിടെ ഒരു പ്രതിഷ്ഠ വരുവാണെങ്കിൽ, അതിപ്പോൾ രാഹുലാണ് അതിൻ്റെ തന്ത്രിയെങ്കിൽ, താന്ത്രിക വിധിപ്രകാരം രാഹുൽ അവിടെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നിടത്ത് രാഹുലിൻ്റെ ഒരു എന്താണ് പറയുന്നത്, പ്രാണൻ്റെ ഒരു അംശം കൊണ്ടും കൂടെയാണ് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. പ്രാണൻ്റെ ഒരു അംശം കൊണ്ടും കൂടെയാണ്. അപ്പം നമ്മളിൽ നിന്നൊരു ക്രിയേറ്റിവിറ്റി അവിടെ വരുന്നുണ്ട്, ഒരു പാർട്ട് മാത്രം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഒരു പിതൃസ്ഥാനം എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇല്ല, കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ട് അച്ഛൻ്റെ സ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയല്ല. പിതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. അപ്പം അത് ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത് വേറെ കാര്യം. ഇതെന്ന് പറയുന്നത് ഇങ്ങനൊരു അവസ്ഥ അവിടെ ഉണ്ട്
ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ട്, ഇപ്പം ഈ എന്താണ് പറയുന്നത്, ആവാഹന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആവാഹിക്കുന്ന സമയത്ത് സർപ്പങ്ങളെയൊക്കെ ആവാഹിക്കുന്ന സമയത്ത് കാവൊക്കെ പിഴുതു വീണിട്ടുണ്ട്. ഇപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ പോയിരുന്ന സമയത്തൊക്കെ ഉള്ള കാര്യം പറയുന്നത് അത് ഉള്ളതാണ്. ഇപ്പോൾ പലർക്കും അറിയാം, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അമ്പലങ്ങളിലെ പ്രതിഷ്ഠകൾക്ക് ജലാധിവാസം എന്ന് പറയുന്നൊരു സംഭവം അറിയാമോ? കേട്ടിട്ടുണ്ട്. അതായത് ഈ പ്രതിഷ്ഠിക്കാൻ പോകുന്ന വിഗ്രഹം വെള്ളത്തിലിട്ടേക്കും. വെള്ളത്തിലെന്ന് വെച്ചാൽ വെറും വെള്ളമല്ല, അതിനകത്ത് ക്രിയകൾ ചെയ്തേക്കുന്ന പുണ്യമായ ജലത്തിലിട്ട് ഒരു രാത്രി അവിടെ ഇട്ട് അതിനകത്ത് ജീവൻ കൊടുക്കുന്നൊരു ക്രിയയാണത്. അപ്പം അത് ഈ വെള്ളത്തിൽ കരിങ്കൽ വിഗ്രഹം പൊങ്ങി വന്നിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ ഏരിയയിലാണെങ്കിൽ അത് ചിലപ്പോൾ സംഭവിക്കില്ല. ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ആളുകളുടെ വിശ്വാസം കൂടി ഇതിനെല്ലാത്തിനും ബാധകമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറയാൻ സയൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് പൊങ്ങി വരുവാണെന്ന് പൊങ്ങിയ വെള്ളത്തിന് മേളിൽ നിൽക്കുക എന്നുള്ളതല്ല. കൽവിഗ്രഹം പ്രതലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ വിഗ്രഹത്തിന് മേൽവശം വരും. ഇപ്പം വിഗ്രഹത്തിന് പല എന്താണ് പറയുന്നത് കുമിളകൾ, പല ഷേപ്പുകളൊക്കെ ഇല്ല. ഈ ഷേപ്പിലാണ് കല്ല് തന്നെ മേളിൽ വരും. എന്നാൽ അടിയിലൊന്നും വെച്ചിട്ടുമില്ല. ആദ്യം നമ്മൾ വെക്കുമ്പോൾ താന്ന് കിടക്കുമായിരിക്കും. അപ്പം ഞാനീ പറയുമ്പോൾ അപ്പം അച്ഛൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളുള്ള ഒരുപാട് വീട്ടുകാരുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 100-300ഓളം ഉണ്ട്. അതിനകത്ത് 10-200ഓളം പല വീട്ടുകാർ തന്നെയാണ്, പല കുടുംബങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം പറ്റിയേക്കും. അവിടെയൊക്കെ ചെയ്തപ്പോൾ ഏകദേശം പകുതിയോളം 100-150ഓളം സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ പാത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ അണ്ടാവിൽ വിഗ്രഹങ്ങൾ താഴ്ത്തി വെച്ചേക്കുന്നു. അതിൽ ഈ പുണ്യാഹവും വെള്ളവും എല്ലാം വെച്ചിട്ട് നിറച്ചിട്ട് അത് അടച്ചു വെക്കും. എന്നിട്ട് ഇതിൻ്റെ ക്രിയകൾ രാത്രി നടക്കും. രാവിലെ എഴുന്നേറ്റ് അത് പൊക്കി നോക്കുമ്പോഴത്തേക്ക് താഴെ നിന്ന് ഈ കൽവിഗ്രഹം മേളി വന്ന് നിൽക്കും, ഉപരിതലത്തിൽ നിൽക്കും. പൊങ്ങി നിൽക്കുകയല്ല എന്ന് വെച്ചാൽ ഇത് കല്ലാണെങ്കിൽ ഇതിന് മേളി നിൽക്കുകയല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കും. കല്ല് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ട്, ആ സ്ഥലങ്ങളിലുള്ള എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് സയൻസ് അല്ല, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിച്ചു, അവിടെ ഒരു മാജിക്കോ കൺകെട്ടോ ഒന്നുമില്ല. അങ്ങ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്ത്രമാന്ത്രികമാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും റിസർച്ചാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പഴയകാല പൂജാവിധികൾ അല്ലെങ്കിൽ തന്ത്രമാന്ത്രിക കർമ്മങ്ങൾക്ക് ഒരു മാറ്റം? കാരണം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുകയാണെങ്കിൽ ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് പറയും 21-ാം നൂറ്റാണ്ടായി, നിനക്ക് എന്നിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? പഴയകാല സമ്പ്രദായങ്ങളിൽ നിന്നൊരു മാറ്റത്തിന് എന്തെങ്കിലും വഴി ഉണ്ടാവുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ അത് അതിനകത്തൊരു റിസൾട്ട് നിലനിൽക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തന്ത്രസമുച്ചയിൽ അതുപോലുള്ള താന്ത്രികപരമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുണ്ട്. പ്രശ്നാനുഷ്ഠാന പദ്ധതി പ്രശ്നരീതി എന്ന് പറയുന്ന ജ്യോതിഷത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ബേസിക് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് എഴുതിയേക്കുന്നത് 5-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും. ഏകദേശം എനിക്കറിയില്ല, 15-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും. അതിനുശേഷം ഇത് 21-ാം നൂറ്റാണ്ടായി. അന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രതിഷ്ഠ ക്രിയ ചെയ്യാൻ, ഒരു അമ്പലപ്രതിഷ്ഠ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ചെയ്യുമ്പോഴത്തേക്ക് സാഹചര്യവും ആളുകളുടെ രീതി, ആളുകളുടെ വിശ്വാസം, നമ്മളുടെ എല്ലാ ഗ്രഹങ്ങളുടെയും എനർജി പോലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഗ്രഹങ്ങളുടെ നമ്മുടെ ചുറ്റിനുമുള്ള സൂര്യപ്രകാശം തന്നെ, സൂര്യന്റെ ചൂട് തന്നെ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ജ്യോതിഷത്തിലും വ്യത്യാസം വന്നു കാണില്ലേ? ഉറപ്പായിട്ടും വ്യത്യാസം വരും. ഉറപ്പായിട്ടും ചെറിയ വ്യത്യാസം വരും. അതായത് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഗ്രഹനില എന്ന് പറയുന്നത്. വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഗ്രഹനിലയിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് പ്രഡിക്ഷൻസ് വ്യത്യാസം വരില്ല. പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന ആ സാധകന്റെ ആ ഉപാസകന്റെ കഴിവനുസരിച്ചാണ് പ്രഡിക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥകളെല്ലാം ചേഞ്ച് ആകുമ്പോൾ ഒരു പ്രതിഷ്ഠ നടത്തുന്നില്ലെങ്കിൽ ആ തന്ത്രിയുടെ ഉപാസന മൂലം ഇതിനകത്ത് ക്രിയകളിൽ മാറ്റം വരുത്താം. ക്രിയകളിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് മാറ്റാം എന്നുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് ക്രിയകളുണ്ട്. ഇപ്പം തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെ ഒരുപാട് ക്രിയകളുണ്ട്. ആ ക്രിയകളിൽ ചിലതൊക്കെ ഉറപ്പായിട്ടും ഒരു തന്ത്രിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒരു മാന്ത്രിക ക്രിയ തുടങ്ങുന്നതിന് മുമ്പിട്ട് ചെയ്യുന്ന ക്രിയകൾ ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റും. അത് കാരണം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്നുള്ള ഉപദേശം കൊണ്ടുകൊണ്ട്, രണ്ട് അയാൾ തന്നെ തീരുമാനിച്ചിരിക്കണം. അയാൾ തന്നെ, അതായത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ തന്നെ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ വഴി യൂസ് ചെയ്യാം എന്നുള്ളത്. മനസ്സിലായി? അപ്പം എല്ലാവരും ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് 15-17 നൂറ്റാണ്ടിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡയറക്റ്റ് ഇവിടോട്ട് കോപ്പി ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കോപ്പി ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അവിടെ.
അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്തെങ്കിലും കർമ്മദോഷങ്ങൾ അവിടെ ഉണ്ടാകും? ഒരിക്കലും ഇല്ല. ഇതെല്ലാം ബേസിക് ചെയ്ത് നിൽക്കുന്നത് ഈ ചെയ്യുന്ന ആളിലാണ്, ഈ കർമ്മിയിലാണ്. ആ കർമ്മിക്ക് അതിനകത്തൊരു പൂർണ്ണ ഉത്തരവാദിത്വം ബോധവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമ്പലം മാറ്റുക എന്ന് പറയത്തില്ലേ, അമ്പലം മാറ്റുക എന്ന് പറയും. അല്ലെങ്കിൽ അമ്പലം പുതുക്കി പണിയുമ്പോഴത്തേക്ക് ബാലാലയത്തിലോട്ട് മാറ്റുന്ന പഴയ അമ്പലം പൊളിക്കുന്നു. അപ്പോൾ ആ ഒരു തന്ത്രി എന്ത് വിശ്വാസത്തിലാണ് ഇത് മാറ്റിയിട്ട് അമ്പലം പൊളിക്കുന്നത്? അയാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മനസ്സിലായി. അപ്പോൾ അയാൾക്കൊരു ബോധം ഉണ്ടാവും, ബോധമുണ്ട്, ഇത് എൻ്റെ ക്രിയ മൂലം ഈ എനർജി ബാലാലയത്തിലോട്ട് മാറി, അതിനുശേഷം ഇത്ര സമയം കഴിഞ്ഞിട്ട് ഞാനിത് പൊളിക്കാം. ഇയാൾ പൊളിച്ചു കൊടുക്കും, തന്ത്രി പൊളിച്ചു കൊടുക്കും. പൊളിച്ചു കൊടുത്തിട്ട് ബാക്കി ആളുകൾ പൊളിക്കത്തുള്ളൂ. അപ്പം ആ ഒരു എനർജി, ആ ഒരു വിശ്വാസവും ഒരു ഉപാസകനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം വെളിയിൽ നോക്കിയിരിക്കുന്നവർക്ക് ആ ചുമ്മാതെ പൊളിച്ചുകൊണ്ട് പോയെന്ന് പറയാൻ പറ്റത്തില്ല. പറയുന്നവരുണ്ട്, പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ മാന്ത്രിക ക്രിയകൾ അല്ലെങ്കിൽ താന്ത്രിക ക്രിയകൾ ഇതിലൊക്കെ ആളുകൾ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത് ഗുരുതി പോലുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ്. അപ്പോൾ ഈ ഗുരുതികളൊക്കെ കൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ശക്തികൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ നിന്ന് അത്ഭുതങ്ങളല്ല സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം ആളുകളുടെ മനസ്സിലെ വിശ്വാസമാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ വിശ്വസിക്കുന്നു എന്നെ മറ്റൊരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് നമ്മളിനി എത്ര ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ഉണ്ട്, അത് മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാലേ ആ ആളിന് വിശ്വാസം വരത്തുള്ളൂ. മനസ്സിലായി? പക്ഷേ മാറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മറ്റേ അവസ്ഥ മാറിക്കോളും. അത് ആളുകളുടെ വിശ്വാസം അനുസരിച്ചാണ്. ഈ ഗുരുതി എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ പല ജീവികളെയും ഗുരുതി കൊടുത്തുകൊണ്ട് ഇപ്പം വന്നിട്ട് കുമ്പളങ്ങയാണ് വെട്ടുന്നത്. അപ്പം രക്തത്തിന് പകരം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, ഇന്നും കൗള മാർഗത്തിൽ വരുമ്പോൾ പലപ്പോഴും കോഴിയെ വെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആടിനെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരും അറിയാതെ ഇതെല്ലാം ഒരു വിശ്വാസം മാത്രമാണ്. പോത്തൊക്കെ വെട്ടുന്ന ആളുകളുണ്ട്. ഉറപ്പായിട്ട് ഇതെല്ലാം ഒരു വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഒരു എനർജി ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. പക്ഷേ എന്നാൽ താന്ത്രികപരമായിട്ട് നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ജീവൻ കൊടുത്തിട്ട് ഒരു മാറ്റം അവിടെ വരുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റിയാണ് നോക്കേണ്ടത്. ഒരെണ്ണം നശിപ്പിച്ചിട്ട് അവിടെ നിന്നൊരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അത് ശരിയല്ലത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും.